ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖമാണ്. നമ്മൾ സുഖമാണെന്ന് പറയുന്നതിനേക്കാളുപരി നമുക്ക് നല്ലൊരു കനത്ത മഴേൻ്റെ ഒരു അന്തരീക്ഷത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴും മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയൊരു പ്രകൃതി ദുരന്തം ഇല്ലാതെ ഈ ഒരു കാലവർഷം അങ്ങോട്ട് കഴിഞ്ഞു പോകാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ദുരന്തങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാവട്ടെ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ചെയ്ത പോലെ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുമുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഓഫ്ലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് വീട്ടമ്മമാരാണ് നമ്മളെ നിരന്തരം കോണ്ടാക്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് അവർ ചെയ്യുന്നത്, നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അവരെ സഹായിക്കാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. കാരണം ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയതും. ഞാൻ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ ഒരുപാട് നമ്മൾ അറിയാത്ത ആൾക്കാരും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മളെ പ്രോഡക്റ്റ് കൊടുക്കാനും അവരുടെ റിവ്യൂ നമുക്ക് മനസ്സിലാക്കാനും പറ്റിയത് തന്നെ നമുക്ക് അൽഹംദുലില്ലാ നല്ലൊരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്താണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും തുടങ്ങിയിട്ടാണ് നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ ഇത് നഷ്ടമാവുമോ, എൻ്റെ ക്യാഷ് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടാതെ തീർച്ചയായിട്ടും ഏത് ബിസിനസ്സാണ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിലും ഇന്ന് നമുക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. നമ്മളെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ നമുക്ക് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വീഡിയോ എടുത്ത് നമ്മൾ യൂട്യൂബിലിട്ടാൽ തുടക്കത്തിലൊന്നും ലാഭം അല്ലെങ്കിൽ തുടക്കത്തിലൊന്നും ഓർഡർ കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ചില ആൾക്കാർക്ക് ഒരാഴ്ച ആവണം, ചില ആൾക്ക് 2 ആഴ്ച ആവണം, ചിലർക്ക് ഒരു മാസം ആവണം, ചില ആൾക്കാർക്ക് ഒരു വർഷം തന്നെ ആവേണ്ടി വരും. പക്ഷെ നമ്മുടെ പ്രയത്നം എന്താണോ അത് നമ്മൾ ഒരിക്കലും നിർത്തി വെക്കരുത്. നമ്മൾക്ക് ഓർഡർ കിട്ടാതാവുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് നമ്മളെ ബിസിനസ്സിനെ ബാക്കിലേക്ക് മാറ്റി നിർത്താതെ നമ്മൾ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം 2 ദിവസം നമ്മളിത് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു സ്വപ്നം നമ്മൾ കാണണ്ട. നമ്മളെക്കാട്ടി മുമ്പ് 10ഉം 20ഉം വർഷങ്ങൾ ബിസിനസ് ചെയ്തിട്ട് വിജയിച്ച ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ളത്. ചില ആൾക്കാർ 2 വർഷം കൊണ്ട് വിജയിക്കും, ചില ആൾക്കാർക്ക് ഒരുപാട് ടൈം എടുക്കും. അത് നമ്മൾ ഇതിലിടുന്ന എഫേർട്ടും നമ്മൾ ഈ ബിസിനസ്സിന് കാണുന്ന ഒരു കാഴ്ചപ്പാട് പോലെ ഇരിക്കും നമ്മളെ ബിസിനസ്സിൻ്റെ വളർച്ചയും. അപ്പോൾ അൽഹംദുലില്ലാ പിന്നെ എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ചില ആൾക്കാരുടെ അവസ്ഥകൾ കേൾക്കുമ്പോൾ വളരെ മോശം തോന്നും, നമ്മൾക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്ന ഒരവസ്ഥയിലാണ്. എന്നാലും അവരെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അവർ തളരാതെ എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നുള്ള ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് ബിസിനസ്സാണെങ്കിലും നമ്മൾ തുടങ്ങിയിട്ട് മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഉണ്ടാവും ജീവിതത്തിൽ. എല്ലാവരുടെ ജീവിതവും സന്തോഷവും എപ്പോഴും സന്തോഷം മാത്രം ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഒരു വലിയൊരു സന്തോഷം തന്നെ ആയിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ ഒരാൾ മാത്രം അധ്വാനിച്ചിട്ടൊന്നും നമ്മുടെ കുടുംബം നല്ലപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റണത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തരത്തിലൊരു ചെറിയ വരുമാനമെങ്കിലും ആയിക്കിട്ടേ നമ്മളെ കാര്യങ്ങളെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാനും, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളും ഇതിൽ പങ്കാളിയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തത് ഒരു ഡ്രസ്സിൻ്റെ ഒരു ബൊട്ടിക്ക് ബിസിനസ്സാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേറെ വല്ല മേഖലയിലായിരിക്കും താല്പര്യം. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും. പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാനും പറ്റും. അതിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് അത് ഹോൾസെയിൽ കിട്ടുമോ എന്നുള്ള എൻക്വയറി വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താം. ഒരുപാട് ആൾക്കാർ
യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല റെസ്പോൺസ് കിട്ടി, നല്ല അഭിപ്രായമാണ് എല്ലാ ആൾക്കാരുടെ അടുത്തും നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ എനിക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ബിസിനസ്സാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളതിലേക്ക് ഇറങ്ങണക്കാട്ടിൽ മുമ്പേ നിങ്ങളെ പ്രതിസന്ധികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസങ്ങളെ കുറിച്ചിട്ടോ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളത് വെച്ചിട്ടോ നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പോൾ നമുക്ക് പഠിച്ചവൻ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് നമുക്ക് തരും ഇൻഷാ അല്ലാ. ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ഏകദേശം ഇപ്പോൾ 5 മാസമായി ബിസിനസ് തുടങ്ങിയിട്ട് ഒരാൾ പോലും എനിക്ക് ഒരു കസ്റ്റമർ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഏകദേശം ചെറിയൊരു ഗ്രൂപ്പാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് 115 ആളെങ്ങനെ ഉള്ളൂ. പക്ഷേ എന്തായാലും നമ്മളതിൽ പ്രോഡക്റ്റ് ഇടുമ്പോൾ ആൾക്കാരുടെ അടുത്ത് നല്ല റെസ്പോൺസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നത് 3 പീസാണ്. ഓൺലൈനായിട്ട് എനിക്ക് കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത് കിഡ്സ് നൈറ്റിയാണ്. നല്ല അടിപൊളി കിഡ്സ് നൈറ്റികളാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളത് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നിങ്ങളത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കൊടുക്കുന്നതിനെക്കാട്ടും റേറ്റിലാണ് എൻ്റെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ എടുത്ത ആൾക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർ ആ റേറ്റിന് കൊടുത്താലും ആൾക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ്സിന് നമ്മളെ കൂടെ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഏതാണോ അത് നമ്മളെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാണ് ആ കാര്യം. കാരണം നമ്മൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തളർന്നു പോവാതെ എന്തെങ്കിലും ഒരു കനൽ നമ്മളെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ആ സമയത്ത് ഒരു വരുമാനം ആഗ്രഹിച്ചൊരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെക്കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്നെക്കൊണ്ട് അത് പറ്റില്ലല്ലോ, എനിക്ക് മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാനുണ്ട്, അവരുണ്ട് ഇവരുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങൾ ചെയ്യാണ്ട് ഹസ്ബൻഡ് ഉണ്ടെന്ന്. പക്ഷേ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ നിൽക്കുന്ന ഈ ഹസ്ബൻഡും ഈ മക്കളും തന്നെ നമ്മളോട് തിരിച്ച് ചോദിക്കും. ഈ മക്കളായാലും ഹസ്ബൻഡായാലും കുറച്ചൊരു കാലം കഴിഞ്ഞിട്ട് ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ പറയും, എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കുടുംബത്തിൽ നിന്ന് ഇവിടുന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം എനിക്ക് ചിത്രം വരയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് സമയം ഉണ്ടായില്ല. നിങ്ങളൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കാനും ഹസ്ബൻഡിനെ ഓഫീസ് പറഞ്ഞയക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് സമയം ഉണ്ടായില്ല ചിത്രം വരയ്ക്കാനെന്ന് പറഞ്ഞാൽ ഇവരെന്നെ നമ്മോട് തിരിച്ച് ചോദിക്കും, പറയും, നിങ്ങൾക്ക് വരച്ചുകൂടായിരുന്നില്ലേ, നിങ്ങളോട് വരക്കണ്ടെന്ന് പറഞ്ഞത്, നിങ്ങൾ അന്ന് പിന്നെന്താണ് ഇങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ. നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇവരൊക്കെ റെഡി ആയിരിക്കും. അതല്ല നമ്മൾ തുടങ്ങാതെ സാധാ ലെവലിൽ വീട്ടിലത്തെ ജോലി മാത്രം നോക്കി നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ജോലി മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിലും കൂടി നമ്മൾ തുടങ്ങിയാൽ ഒരു സമയം എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവാൻ നമ്മൾക്ക് സാധിക്കും. നമ്മളെ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ആരും ആശങ്കപ്പെടാതെ എന്താണോ ബിസിനസ് അത് നിങ്ങൾ തുടങ്ങുക. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.